എന്റെ മാതാവേ, ഞങ്ങളെ കുടുംബത്തിനെ കാത്തോണേ നീ. മേരി, ഞങ്ങൾ ഇറങ്ങുവാണേ. എന്താ ഇത്ര നേരത്തെ? ഇന്നൊരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ട്. അത്യാവശ്യം വലിയൊരു ഡീലാണ്. ആണോ? അല്ല, ആലിസും പോകുന്നുണ്ടോ? ആ, അവളും കൂടി വേണം. എന്നാ നിങ്ങൾ ചെല്ല്. പിന്നെ മേരി, ആദ്യം ഇവയൊന്ന് എഴുന്നേപ്പിക്കണേ. ആടി, അതുങ്ങളെ ഞാൻ എഴുന്നേപ്പിച്ചോളാം. നീ പോയിട്ട് വാ. ശരിയടി. ദേ പിള്ളേരെ, മര്യാദയ്ക്ക് എണീറ്റോ, ഇല്ലേ ഞാൻ തിളച്ച വെള്ളം കോരി ഒഴിക്കും. ഈ മമ്മിയെ കൊണ്ട് വലിയ ശല്യായല്ലോ. ആടി, ശല്യാകും. നിനക്കിപ്പോ വന്നു ആദുനെക്കാട്ടി മടിയായി. എഴുന്നേക്കടി രണ്ടെണ്ണോ. എഴുന്നേറ്റ്. ആദു. മേരിയമ്മേ, എഴുന്നേറ്റ്. രണ്ടെണ്ണം പോയി റെഡി ആയിട്ട് വാ. Good morning, ma'am. Good morning. Sit. Take your text. So, next portion. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. പിന്നെ നമ്മുടെ പ്രോജക്റ്റിൻ്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഗ്രൂപ്പ് പ്രോജക്റ്റ് ആണ്. അതിനെക്കുറിച്ച് നിങ്ങളുടെ ആരോൺ സാറ് നിങ്ങളോട് പറയുന്നതായിരിക്കും. ഓക്കെ സ്റ്റുഡൻസ്, see you in the next class. Bye. Okay, ma'am. Thank you. ആദു, നിനക്കെന്ത് പറ്റി? ഇന്നലത്തെ ഉറക്കം അങ്ങോട്ട് ശരിയായില്ല. എങ്ങനെ ശരിയാകും? പാരാത്രി ബീറ്റേഴ്സിന്റെ കൺസേർട്ടും വീഡിയോസൊക്കെ കണ്ടോണ്ടിരിക്കുമ്പോൾ ആലോചിക്കണം. അവരുടെ ഒരു വീഡിയോസ് പോലും ഞാൻ മിസ് ചെയ്യാറില്ല. ഇന്നലൊരു കിടിലം വീഡിയോ ഇറങ്ങി. അതിലെന്റെ ജിമിൻ, എന്റെ മോളെ സീൻ. നിന്റെ ഒരു ജിമിൻ നെക്സ്റ്റ് പീരീഡ് ഏതനിച്ചേടെയാ. ഇങ്ങനെ കിടന്നോ? എടി, ഇച്ചാൻ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് തലവേദന എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ദേ ഇച്ചാൻ വരുന്നു. ഓക്കെ സ്റ്റുഡൻസ്, നെക്സ്റ്റ് ടേക്ക് യുവർ ടെക്സ്റ്റ്. ഈവ സർ, ആദ്യം എന്ത് പറ്റി? അത് അവൾക്ക് ഭയങ്കര തലവേദനയാ. ആണോ? വീട്ടിൽ പോണോ? പോണോന്ന് പറ. മിണ്ടാതെ അവിടെ ചെന്നോണം. എന്താ ഇവ? ഏയ് വേണ്ട സർ, ഞാൻ അവളെ നോക്കിക്കൊള്ളാം. ഓക്കെ. സോ സ്റ്റുഡൻസ്, നെക്സ്റ്റ് പോർഷൻ. ദുഷ്ട. അങ്ങനെ നീ ഇപ്പോൾ വീട്ടിൽ പോയി സുഖിക്കണ്ട. പോടി. ഇവ തന്നെ ആരൺ സാർ വിളിക്കുന്നു. സ്റ്റാഫ് റൂമിലോട്ട് ചെല്ലാൻ പറഞ്ഞു. നീ പോയിട്ട് വാ. ശരി. ഇവിടെ ആരും ഇല്ലേ? ഈ ഇച്ചാൻ എന്തേ? ഇച്ചാൻ വീട് ആരെയും കാണും. അതിനിവിടെ ആരും ഇല്ലല്ലോ. എല്ലാരും അവിടെ പോയി. അത് ആഡ് ഇച്ചായം വന്നിട്ടുണ്ട്. ഇച്ചായം വിളിച്ചു കൂട്ടിയ മീറ്റിംഗാ, അതുകൊണ്ട് എല്ലാരും അങ്ങോട്ട് പോയി. നിങ്ങൾക്ക് പോണ്ടേ? എനിക്ക് തലവേദനയാണെന്ന് പറഞ്ഞ് ഞാൻ മുങ്ങി. ബെസ്റ്റ്. ചേട്ടനും അനിയത്തിനും എല്ലാം കണക്കാ. എന്താ? ഒന്നുമില്ല. നീ ഇങ്ങ് വന്നേ. ഇച്ചായ, നിങ്ങൾക്കിത് എന്താ? എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. എന്ത്? ഈ സ്ട്രോബെറി. ഇച്ചായ വേണ്ട, ഇത് നമ്മുടെ വീടല്ല. അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. എന്റെ
ചുണ്ട്. കുഴപ്പമൊന്നുമില്ല. കടിച്ചെടുത്തിട്ട് കുഴപ്പമൊന്നും ഇല്ലെന്നോ? പോടോ കടുവേ. വാ. പോയോ? അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. സ്റ്റുഡൻസിന് വേണം നമ്മൾ പ്രയോറിറ്റി കൊടുക്കാൻ. ഓക്കെ സർ. ഇനി വേറെ ഒന്നും പറയാനില്ലല്ലോ? നോ സർ. എന്നാ പിന്നെ എല്ലാവരും പൊക്കോ. ഓക്കെ സർ, താങ്ക് യു. ഇച്ഛായ, ആ, നമുക്ക് ബീച്ചിൽ പോയാലോ? ബീച്ചിലോ? നിനക്ക് ക്ലാസ് ഇല്ലേ? ഇത് ലാസ്റ്റ് പീരീഡ് അല്ലേ, എനിക്ക് ക്ലാസ് ഇല്ല. ആണോ? പക്ഷെ എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് ഫയൽ പപ്പയ്ക്ക് കൊണ്ട് കൊടുക്കണമല്ലോ. അത് ആരോനോടോ ഏതനോടോ എല്ലാം പറഞ്ഞാൽ മതി, അവരാരെങ്കിലും കൊണ്ട് കൊടുത്തോളും. ആ ശരി, നീ കാറിൽ പോയിരുന്നോ, ഞാനിപ്പോൾ വരാം. ഓക്കെ. എടാ, നീ ഫ്രീ ആണോ? ആ ചായ, എന്താ? എന്നാ നീ ഈ ഫയലൊന്നും നമ്മുടെ കമ്പനിയിൽ കൊണ്ട് കൊടുക്കുവോ? കമ്പനിയിലോ? ആടാ, ഞാൻ മീറ്റിംഗ് കഴിഞ്ഞിട്ട് പോയി കൊടുക്കാമെന്ന് വെച്ചേ. പക്ഷെ എമ്മിക്കാണെങ്കിൽ ബീച്ചിൽ പോകണമെന്ന്. നിനക്കറിയാലോ, അവൾക്ക് എൻ്റെ തിരക്കുകളൊക്കെ അറിയാവുന്നതുകൊണ്ട് എന്നോട് അങ്ങനെ ഒന്നും പറയാറില്ല. വല്ലപ്പോഴും ഇങ്ങനെ പുറത്ത് കൊണ്ടുപോകുമെന്നൊക്കെ ചോദിക്കാറുള്ളൂ. അപ്പോൾ അതെങ്കിലും ഞാൻ സാധിച്ചു കൊടുക്കണ്ടേ? ഓ അത് ശരി. ഇച്ചായൻ അവളെ കൊണ്ട് പൊക്കോ, ഞാൻ കൊണ്ട് കൊടുത്തോളാം. ആടാ ശരി. ഇച്ചായ പോവാം. ആ പോവാം. അല്ല, ഏതിനും ചെയ്യണ്ടേ? അവനൊരു ഫയൽ കൊടുക്കാൻ വേണ്ടി നമ്മുടെ കമ്പനിയിലോട്ട് പോയി. ഓ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് രേണു. എങ്ങനെ പോകുന്നു വർക്കൊക്കെ? നന്നായി പോന്നു സർ. ആ, മാത്യു ഇപ്പം എവിടെയാ? സാർ ക്യാബിനിലുണ്ട്. ആ ശരി, ഞാൻ ഈ ഫയൽ കൊടുത്തിട്ട് വരാം. ആ ഓക്കെ സർ. മാത്യു ഇപ്പാ, ആ വാ. ദാ ഈ ഫയൽ ആഡ് വെച്ചാൽ തന്നിട്ടേ. ആ എന്നാ പിന്നെ ഞാൻ പോട്ടെ. അല്ല, നീ ഇതെവിടെ പോണ്? ഇവിടെ ഇരിക്ക്. ആ അത് എന്താടാ, വീട്ടിൽ ചെന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. ആദ്യം ക്ലാസ് വെച്ച് നല്ല തലവേദന ഉണ്ടായിരുന്നു. പിന്നെ അവൾക്ക് എങ്ങനെയുണ്ടെന്നൊന്നും ചോദിക്കാൻ പറ്റിയില്ല. ഓ, അതാണ് ഇവൻ ഈ മൂട്ടി തീ പിടിച്ച പോലെ നടക്കുന്നത്. എന്നാ ഞാൻ നീ അവിടെ ഇരിക്കടാ. അവളെ നോക്കാൻ അവിടെ ആനയും മേരിയൊക്കെ ഉണ്ട്. പോരാത്തിന് ഇപ്പൊ ആലിസും അങ്ങോട്ട് പോയിട്ടുണ്ട്. നീ ആയിരിക്കുന്ന ഫയലൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യും. അപ്പോഴത്തേക്കും ഞാൻ ഇമെയിൽ ഒന്ന് അയക്കട്ടെ. ചെക്ക് ചെയ്യടാ അങ്ങോട്ട്. ശരി. പാവം, എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. മമ്മി വിശക്കുന്നു. മേരിയമ്മേ വിശക്കുന്നു. മേരിയമ്മേ, ദാ 2 പിച്ചക്കാരെ വിളിക്കുന്നു. വല്ല ഉണ്ടേ കൊടുത്തിട്ട് പറഞ്ഞു വിട്. ഈ ചേച്ചി നോ. മമ്മി വിശക്കുന്നു. കിടന്ന് കീറാതെ വേണേ, ദാ വരുന്നു. ഇതുങ്ങൾക്ക് രണ്ടാൾക്കും വിശന്ന് വട്ടായെന്ന് തോന്നുന്നു. എടാ, വിശന്നാ നമ്മളല്ലാതാകും. അതാ നീ ഇപ്പൊ കാണുന്നേ. ഫുഡ് റെഡി, ഫുഡ് റെഡി. ഇങ്ങോട്ട് പെട്ടെന്ന് കൊണ്ടുപോയിച്ചായ. എടീ വാ, ഞങ്ങൾക്കും കൂടി ബാക്കി വെച്ചേക്കണേ. ആലോചിക്കാം. ആ കാര്യത്തിൽ ഒരു തീരുമാനമായി. അല്ല, ഏതിനും പപ്പ ഇതുവരെയായിട്ടും വന്നില്ലല്ലോ. അവര് വരാൻ ലേറ്റ് ആകും. ഓ ഓ, പതിയെ കഴിക്കണ്ടേ. വാ ഒന്ന് പോ മമ്മി. വിശന്ന മനുഷ്യന്റെ കണ്ണ് കാണാൻ വയ്യ. അല്ലേ വാ, നിന്റെ ചുണ്ടിന് എന്ത് പറ്റി? അത് തീർന്നു. എന്തു പറയും, പെട്ട്. എന്താ വാ? അത് മേരിയമ്മ ഇവൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഒരു ലിപ്സ്റ്റിക് യൂസ് ചെയ്തായിരുന്നു. അത് റിയാക്ട് ചെയ്തതാ. ആണോ? ഇതൊക്കെ നോക്കിയിട്ട് യൂസ് ചെയ്യണ്ടേ വാ. ആ ചുണ്ടിന്റെ കോലം നോക്കിയേ. ആനി, നീ എന്തേ കൊത്തിപ്പറക്കിക്കൊണ്ടിരിക്കുന്നേ? അങ്ങോട്ട് വരെ കഴിച്ച ആനി. ഇവളിപ്പോ തീരെ ഫുഡ് കഴിക്കാറില്ല അൽസമ്മേ. കഴിക്കാത്ത എന്താന്ന് ചോദിച്ചാ എനിക്ക് വേണ്ട, ഫുഡ് കഴിക്കാൻ തോന്നില്ലെന്നാ പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനാ? ഫുഡ് നല്ലോണം കഴിക്കാത്തോണ്ട് ആ മോന്തിരിക്ക് നോക്കിയേ. മുഖത്തിന് നല്ല ക്ഷീണമുണ്ട്. മര്യാദയ്ക്ക് ആ ഫുഡ് മൊത്തം കഴിച്ചോണം. മമ്മി, ഒരു മമ്മി ഇല്ല. അങ്ങോട്ട് വാരി കഴിക്കാനീ.
നേരെ വഴി പോയ ആരെയും ഒക്കെ കാണും. എന്തിനാ വെറുതെ. Okay. 어때 조금 느낌이 와 아직 모자라 Girl you have your chance I can be your genie How about the loving 뭐든 대줄게 나의 골랐으면 되게 미금처럼 날 감싸 안을 거야 미라서 ആദു ആ ഇച്ചായ പാട്ട് നിർത്തടി. ഓ സോറി. എന്ത് ഇച്ചായ? നീ ഇത് ആരുടെ പാട്ടാ കേൾക്കുന്നേ? ഇതോ? ഇത് ജിമിന്റെ സോങ്ങാ. ജിമിനോ? ആരാവൻ? അത് BTSലെ. അതൊന്നും ഇച്ചാൻ അറിയില്ല. അല്ല, നിനക്ക് തലവേദന ആണെന്നല്ലേ പറഞ്ഞേ? ആ ആ തലവേദന ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ മേരിയമ്മ ഒരു ടാബ്ലറ്റ് തന്നായിരുന്നു. അത് കഴിച്ച് ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്ക് തലവേദന മാറി. ഓ, അല്ല, ഇച്ചാനിത് ഏത് വഴിയാ വന്നേ? അത് ഞാൻ ബാൽക്കണി കൂടെ വന്നയാ. അതെന്തിനാ ബാൽക്കണി കൂടെ വന്നേ? ചില കട്ടുറുമ്പുകൾ കാരണമാ. കട്ടുറുമ്പോളോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? അതൊക്കെ നീ വിട്, വാ നമുക്ക് കിടക്കാം. കിടക്കാനോ? അതൊന്നും വേണ്ട. നിങ്ങളുടെ റൂമിൽ പോയേ. എനിക്കൊന്നും വയ്യ, നീ വാ. ഇച്ചായ വേണ്ട. എന്തുവാ അത്? വല്ലപ്പോഴല്ലേ ഉള്ളൂ. വല്ലപ്പോഴോ? ഇപ്പൊ ഇത് സ്ഥിരാ. ഞാനല്ലേ അതോ? നിനക്കെന്നെ വിശ്വാസം ഇല്ലേ? അത് മനസ്സിലായി. ഞാൻ പൊക്കോളാം. എനിക്ക് അതു താങ്ക്സ് മുത്തേ. നീ ഉണ്ടായോണ്ടാ ഞാൻ രക്ഷപ്പെട്ടത്. എന്നും ഈ സ്മരണ ഉണ്ടായാ മതി. ഉറപ്പായും ദേ ഇച്ചാൻ വരുന്നു. ഇവരും ഉണ്ടോ? ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഗുഡ് മോർണിംഗ് സർ. ഗ്രൂപ്പ് പ്രോജക്റ്റിന്റെ കാര്യം എല്ലാവരും അറിഞ്ഞാണല്ലോ. 2 ഗ്രൂപ്പായിട്ടാണ് പ്രോജക്റ്റ് ചെയ്യേണ്ടത്. A and B ഗ്രൂപ്പ്. A ഗ്രൂപ്പ് ലീഡ് ചെയ്യുന്നത് ആരോണും എമിലും ആയിരിക്കും. B ഗ്രൂപ്പ് ലീഡ് ചെയ്യുന്നത് ഞാനും സാറും ആയിരിക്കും. ഹൊലിക്കുന്ന എന്താ? ഒന്നുമില്ല. പിന്നെ നിങ്ങളെ സെലക്ട് ചെയ്യുന്നത് ലോഡ് ഇട്ടായിരിക്കും. അത് എപ്പോഴാണെന്ന് പറയാം. ഏതാ? ചേച്ചി വന്നോ? ഞാൻ ഗ്രൂപ്പ് പ്രോജക്റ്റിന്റെ കാര്യം പറയുമായിരുന്നു. കഴിഞ്ഞോ? കഴിഞ്ഞു ചേച്ചി. ക്ലാസ് എടുത്തോ? ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഗുഡ് മോർണിംഗ് മാം. എല്ലാവരും ടെക്സ്റ്റ് ഒക്കെ എടുത്തേ. സോ നെക്സ്റ്റ് പോർഷൻ ഈസ് ആദു. എന്തു പറ്റി? ഒന്നുമില്ല. ആദു, എന്താ നിന്റെ പ്രശ്നം? നീ എന്തിനാ എന്നോട് മിണ്ടാതിരിക്കുന്നേ? നിനക്ക് എന്താ ഇവ? ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ആദു, ഇവ എന്താ അവിടെ? നിങ്ങൾ ക്ലാസ് എടുക്കാൻ പോലും സമ്മതിക്കില്ലേ? വീട്ടിൽ സംസാരിക്കുന്നത് പോരാഞ്ഞിട്ടാണോ ഇവിടെ വന്ന് സംസാരിക്കുന്നേ? ഇവ ഇങ്ങോട്ട് വാ. എന്താ ചേച്ചി? ദാ ഈ നോട്ട്സ്. ഇവ. അയ്യോ ചേച്ചി, ഈ ചേച്ചി എഴുന്നേക്ക്. ഇവ, നീ ഇച്ചായമാനെ വിളിച്ചോണ്ട് വാ. എന്തു പറ്റി ഇവ? നീ ഇതെങ്ങോട്ട് പോന്ന്? അതാനീ ചേച്ചി. ഈ ചേച്ചിക്ക് എന്തു പറ്റി? ഞാൻ ഇച്ചായമാനെ വിളിച്ചോണ്ട് വരാം. ഈ ചേച്ചി അയ്യോ, ഈ ചേച്ചി എന്തു പറ്റി? അറിയില്ല, പെട്ടെന്ന് തലറങ്ങി വീണു ചേച്ചി. ജോൺ, എന്റെ മോള്, നീ പേടിക്കാതെ, അവക്ക് കുഴപ്പമൊന്നും കാണില്ല. ആദു, ഇച്ചായ, എന്റെ ചേച്ചി. ഇച്ചേച്ചിക്ക് ഒന്നും വരില്ല.
ചായ. ആരോൺ, കാവ്യ, എന്തു പറ്റി ആരോൺ? കാവ്യ എന്റെ ഇച്ചേച്ചി. നീ ഇങ്ങനെ വിഷമിക്കാതെ. ഈ ചേച്ചിക്ക് കുഴപ്പമൊന്നും കാണില്ല, ഞാൻ നോക്കട്ടെ. മോളെ, എനിക്ക് എന്താ പറ്റിയേ? നിങ്ങൾ ആദ്യം ഒന്ന് സമാധാനപ്പെട്. ഞാനൊരു ഹാപ്പി ന്യൂസ് വരാൻ പോവാ. എന്താ കാവ്യ? എമിലി, നിങ്ങളുടെ പാലിക്കത്തറവാട്ടി ഒരു കുഞ്ഞാനിയോ കുഞ്ഞേബലോ വരാൻ പോകുക. എന്താ? സത്യം മാത്യു അങ്കിൾ, നിങ്ങൾ രണ്ടാളും ഒരു അപ്പാപ്പന്മാരാകാൻ പോവുക. ജോണ്, മാത്യു, ഇവ, ആദു, ഇച്ചേച്ചി, നമ്മളൊരു കുഞ്ഞമ്മയാകാൻ പോകുക മക്കളെ, കുഞ്ഞമ്മ. ആരോ? ഞങ്ങൾ പോയി അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ മേടിക്കട്ടെ. നിങ്ങൾ അവളെയും കൊണ്ട് വീട്ടിലോട്ട് പൊക്കോ. ശരി പപ്പ. എമ്മി, നിങ്ങൾ ഈ ചേച്ചി എടുത്തോട്ട് ചെല്ല്, ഞാനൊരു കോൾ ചെയ്തിട്ട് വരാം. ആടാ. ആദു, ഇവ വാ. ആ ചേച്ചി, ഇവ വാ. ആരോൺ, എൻ്റെ ക്യാബിലോട്ട് വാ. ആടി. ഈ പെണ്ണുമ്പോൾ എന്തിനു ഇച്ചായനെ ക്യാബിലോട്ടൊക്കെ വിളിക്കുന്നേ? ഇവ, ആ നീ ഇത് എന്ത് നോക്കിക്കൊണ്ടിരിക്കുക? ഏയ് ഒന്നുമില്ല, എന്നാ വാ. ഇച്ചേച്ചി മുത്തേ, പണി പറ്റിച്ചല്ലേ കൊച്ചു കള്ളി, ഒന്ന് പോടി. അല്ലടി, ഇച്ചായൻ അറിഞ്ഞോ? ഇല്ല, അവര് കമ്പനിയിലല്ലേ, ഏതേ വിളിച്ച് പറഞ്ഞോളൂ. ആ ഇച്ചേച്ചി, കൺഗ്രാറ്റ്സ്. താങ്ക് യു. എടാ കുഞ്ഞൂസേ, എപ്പോഴാ നീ വരുന്നത്? ഈ കുഞ്ഞ വെയിറ്റിംഗ് ആട്ടോ. ആ കൊള്ളാലോ. അതിനു മുന്നേ നീ എൻ്റെ കൊച്ച് ആണാന്ന് തീരുമാനിച്ചു, അതിന് പേര് കിട്ടോ? ആ, ഞാൻ നിങ്ങളെപ്പോലെ അല്ല, ഇത്തിരി ഫാസ്റ്റാ. ആ, ഇത് വല്ലാത്തൊരു ഫാസ്റ്റായി പോയി. എന്താ കാവ്യ? ആരോൺ, ഇച്ചേച്ചിക്ക് 3 months ബെഡ് റെസ്റ്റ് വേണം. ബെഡ് റെസ്റ്റോ? ഏയ് പേടിക്കണ്ട, ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം നമ്മൾ ശ്രദ്ധിച്ച ഡെലിവറി ടൈമിൽ അത്ര ബുദ്ധിമുട്ട് വരില്ല. പിന്നെ ഇച്ചേച്ചിയുടെ ബോഡി ഇത്തിരി വീക്കാ. സോ 3 months ബെഡ് റെസ്റ്റ് വേണം. ഇച്ചേച്ചിക്ക് അധികം സ്ട്രെസ് ഒന്നും കൊടുക്കരുത്. ഈ ആരോൺ എന്തിയേ? അവനോടെ പോയി? ആ അറിയില്ല, ചിലപ്പോൾ കാവ്യ ചേച്ചിയുടെ ക്യാബിനിൽ കാണും. ഞാൻ പോയി വിളിച്ചിട്ട് വരാം. വേണ്ട, നീ ഇവിടെ നിൽക്കുക, ഞാൻ പോയി വിളിച്ചിട്ട് വരാം. ആ എന്നാ നീ പോയിട്ട് വാ. പെണ്ണിന് ജലസടിച്ചെന്നാ തോന്നുന്നത്. അത് ഉറപ്പല്ലേ? കുറെ നേരമായല്ലോ. ഇതിനും മാത്രം ഇവർക്ക് എന്താ സംസാരിക്കാനുള്ളത്? എന്നാ ഞാൻ പോട്ടെ. ആരോൺ വെയിറ്റ്. കൈ പിടിക്കുന്നോ ഇവിടെ? ആരോൺ, ഞാൻ പറഞ്ഞ കാര്യം. അത് കാവ്യ. എത്ര വർഷമായി ആരോൺ? നിനക്ക് ഇനിയും ടൈം വേണോ? ടൈമോ? എന്തിന്? ഈ പെണ്ണുമ്പോൾ എന്താ ഈ പറയുന്നേ? അത് ഹലോ. ആടാ, വരുന്നു. എന്നാ ഞാൻ പോവാ കാവ്യ. അയ്യോ, എസ്കേപ്പ്. ആ ശരി. മമ്മിമാരെ, ഓയ് മമ്മിമാരെ, എവിടാ രണ്ടാളും? മേരി, അത് ഏതെന്നല്ലേ ഈ വിളിക്കുന്നേ? അതേലോ, ഇവൻ കോളേജിലോട്ട് പോയല്ലേ, പിന്നെ ഇപ്പൊ എന്താ നേരത്തെ വന്നേ? വാ, നമുക്ക് നോക്കാം. എന്താണ് നിനക്ക്? ആ എല്ലാരും ഉണ്ടല്ലോ. നീയൊക്കെ ഇവിടുന്ന് കോളേജിലോട്ട് പോയതല്ലേ, പിന്നെന്തിനാ വൈകുന്നേരം ആകുന്നതിന് മുന്നേ വന്നേ? അത് തന്നെ, രാവിലെ മനുഷ്യനെ വട്ടൊടിപ്പിച്ചാണ് 2 എണ്ണവും പോകുന്നത്. അപ്പൊ ഇതാ തിരിച്ചു വന്നേക്കുന്നു. ആരോൺ, ഇവളുമാര് കോളേജിൽ വല്ല ഒപ്പിച്ചോ? മേരി അമ്മ, ഞങ്ങളൊന്നും ഒപ്പിച്ചില്ല. നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്. ദേ നോക്കൂ, മുറ്റത്തൊരു മൈന. ആ ആനി, മോളെ എന്താ പറ്റി? നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? മോളെ എന്താ പറ്റിയേ? ഈ കുരുത്തം കെട്ട പിള്ളേർ നിന്നെ വല്ലതും ചെയ്തോ? അയ്യോ, ഞങ്ങളൊന്നും അല്ലേ, ഇത് ഏബലിച്ചായം ചെയ്തതാ. ഒന്ന് മിണ്ടാതിരിക്കേ. നീ എന്തിനാടി എന്നെ നുള്ളുന്നേ? എന്റെ പൊന്നിച്ചായ, വാ അടച്ചൊന്ന് മിണ്ടാതിരിക്കേ. എന്തൊക്കെ ഈ പറയുന്നേന്ന് വല്ല ബോധമുണ്ടോ? അതിന് ഞാൻ പറഞ്ഞ സത്യമല്ലേ. നിങ്ങളൊരു സത്യവും പറയണ്ട, ഒന്ന് മിണ്ടാതിരിക്കോ. ഈ മനുഷ്യനെ കൊണ്ടൊരു നാണവും ഇല്ല. ഓ, നമ്മളൊന്നും പറയുന്നില്ല. എന്താരോ? ഏബലോ? അവൻ എന്താ ചെയ്ത്? എന്താ മോളെ, എന്താ പറ്റിയേ? ഏബിൾ നിന്നോട് വഴക്കിട്ടോ? എന്താന്ന് വെച്ചാൽ ടെൻഷൻ അടുപ്പിക്കാൻ നിങ്ങൾ കാര്യം പറ പിള്ളാരെ. എൻ്റെ പൊന്നു മമ്മിമാരെ, കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ പറയാം. നമ്മുടെ പാലക്കത്തറവാട്ടിൽ ഒരു മാലാഖയോ മാലാഖനോ വരാൻ പോകുക. എടാ ഏതാ ഈ മാലാഖോ? ഓക്കെ, ബട്ട് ഈ മാലാഖൻ എന്താ? എടി പൊട്ടി, പെൺകുഞ്ഞുങ്ങളെ മാലാഖയെന്നും ഒബ്വിയസ്ലി ആൺകുഞ്ഞിനെ മാലാഖൻ ആയിരിക്കുമല്ലോ. ഓ ലങ്ങനെ ആണോ? അനി ഏതും പറഞ്ഞ സത്യാണോ? ആ മമ്മി.
നമ്മളെ അമ്മാമ്മമാരാകാൻ പോവാ. അയ്യോ, ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? എന്റെ കൊച്ചിന് എന്താ കൊടുക്കേണ്ടത്? ഷോ, എനിക്ക് ഇക്കാര്യം മുന്നേ തോന്നിയതായിരുന്നു. ആനിയുടെ മുഖത്തെ ആ ക്ഷീണമൊക്കെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായതാ. എൻ്റെ പൊന്നു മമ്മി, ഈ ഡയലോഗ് ഒന്ന് മാറ്റി പിടിക്ക്. എല്ലാ വീട്ടിലും പ്രഗ്നന്റ് ന്യൂസ് കേൾക്കുമ്പോൾ ഓൾഡ് ലേഡീസ് പറയുന്ന ഈ ഒറ്റൊരു ഡയലോഗാണ്. ഈ ഡയലോഗ് നമുക്ക് വേണ്ട. മോശം. നീ പോണ ചെറുക്ക. അല്ല, ഇച്ചാമാരെ അറിയിക്കണ്ടേ? ഞാനൊന്ന് വിളിച്ചു പറയട്ടെ. വേണ്ട ആലിസമ്മ, പപ്പമാരൊക്കെ അറിഞ്ഞു. അവർ ഞങ്ങളുടെ കൂടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. പിന്നെ ഈ ചേച്ചിക്ക് എന്തോ മേടിക്കാൻ വേണ്ടി അവർ പുറത്തോട്ട് പോയതാ. ആ, അത് ശരി. എന്നിട്ട് ആ കള്ള മനുഷ്യൻ എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. ഇങ്ങ് വരട്ടെ രണ്ടെണ്ണോ. അതായിരിക്കും ഇച്ചാൻ എന്നോട് വിളിച്ചത് പറഞ്ഞത് സേമിയ പായസം ഉണ്ടാക്കി വെക്കാൻ. കൊള്ള രണ്ടാളും. മോക്ക് പുളിയുള്ള വല്ലതും കഴിക്കാൻ തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്ക് കുടിക്കാൻ എന്തേലും മതി. എന്നാൽ ഞാൻ മോക്ക് ഇഷ്ടമുള്ള ജ്യൂസ് എടുക്കാം. ഇതാ മോളെ, കുടിക്കാം. മമ്മി, ഈ ചേച്ചിക്ക് 3 months ബെഡ് റെസ്റ്റ് വേണമെന്നാ കാവ്യ പറഞ്ഞത്. 3 months? അതെന്താ? അത് ഈ സമയത്ത് നല്ല റെസ്റ്റ് വേണമെന്ന്. അതുമല്ല, ഈ ചേച്ചിയുടെ ബോഡി ഇത്തിരി വീക്കാ. അതുകൊണ്ട് ഈ ചേച്ചി കോളേജിലൊന്നും പോകണ്ട. കോളേജിൽ പോണ്ടെന്നോ? അതെന്താ? എനിക്കിവിടെ കുത്തിരിക്കാനൊന്നും വയ്യ. നീ ഒന്ന് പോയാരോണേ. ഈ ചേച്ചി കൂടുതലൊന്നും പറയണ്ട. ഞങ്ങൾ പറയുന്നത് അങ്ങോട്ട് മര്യാദയ്ക്ക് കേട്ടാൽ മതി. ഏതാ? ഇച്ചേച്ചി ഇങ്ങോട്ടൊന്നും പറയണ്ട. ഞങ്ങൾ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി. യൂട്യൂബ്? യാ, ഞങ്ങളുടെ കുഞ്ഞൂസിൻ്റെ ആരോഗ്യം ഞങ്ങൾക്ക് നോക്കിയേ പറ്റൂ. കുഞ്ഞൂസോ? അതാരാ? അത് മമ്മി അറിഞ്ഞില്ലേ? ഇവരെൻ്റെ കൊച്ച് ആണാന്നെന്ന് തീരുമാനിച്ച് അതിന് പേരും ഇട്ട്. ഈ നിൽക്കുന്ന ഇവളാണ് പേരിട്ടത്. ദാ ഇവ നീയോ? യാ മമ്മി, ഞാൻ തന്നെ. അപ്പോൾ ചേച്ചി, ഞങ്ങളുടെ കുഞ്ഞൂസിന് ദോഷം വരുന്നതൊന്നും ഞങ്ങൾ ചെയ്യാറില്ല. അതുകൊണ്ട് ഈ ചേച്ചി ഞങ്ങൾ പറയുന്നത് കേട്ട് മര്യാദയ്ക്ക് വിട്ടുന്നോണം കേട്ടല്ലോ. ഓ ശരി അങ്ങുന്നേ. എന്താ ഇവിടെ? ആ, വാ. നിങ്ങൾക്ക് വേണ്ടിയാ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നേ. നിങ്ങൾക്കൊരു വാക്ക് ഞങ്ങളോട് പറഞ്ഞാലെന്താ? ഓ അതോ, ആ സന്തോഷത്തിൽ ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. ദാ ഇത് കൂടെ ഫ്രിഡ്ജ് പോയി. ആ, കൊള്ള രണ്ടാളും. ആ ആനി, നീ ഇവിടേക്കുമായിരുന്നോ? ചെന്ന് റൂമിൽ പോയി കിടക്ക് ചെല്ല്. ആ ജോണപ്പ, കിടക്കാം. പപ്പ, ഈ ചേച്ചിക്ക് 3 months ബെഡ് റെസ്റ്റ് വേണമെന്ന കാവ്യ പറഞ്ഞത്. ആണോ? നല്ലോണം ശ്രദ്ധിക്കണം. പക്ഷേ മേരിക്ക് ഒറ്റയ്ക്ക് ഇവിടെ നോക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും? ആ, അത് തന്നെ ഞങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്യുപ്പ, എന്നാ ഞാൻ ഈ ചേച്ചി നോക്കിക്കോളാം. നീ ഇവിടെ നിന്ന് നിന്റെ പോർഷൻസ് ഒക്കെ ആര് തീർക്കും? അത് കുഴപ്പമില്ല, അവളിവിടെ നിൽക്കട്ടെ. അവൾക്ക് പകരം ഞാൻ ഒരാളെ വെച്ചോളാം. എന്നാ പിന്നെ എമ്മി നിൽക്കട്ടെ. ഞങ്ങൾ നോക്കുന്നതിനെ കണ്ട് നല്ലോണം അവൾ ആനയെ നോക്കിക്കോളും. ആനി, നീ ഇനി സ്റ്റെപ്പ് ഒന്നും കയറണ്ട. ഇനി മുതൽ നിങ്ങൾ ഞങ്ങളുടെ റൂമിൽ കിടന്നാൽ മതി. ഞങ്ങൾ മുകളിലുള്ള റൂമിൽ കിടന്നോളാം. ആ മമ്മി. എന്നാ മോള് ചെന്ന് കിടന്നോ. എമ്മി, അവളെ റൂമിൽ കൊണ്ട് കിടത്ത്. ആ മമ്മി. ഈ ചേച്ചി വാ. പപ്പ, എന്തു പറ്റി? ആനിക്ക് എന്തു പറ്റിയേ? അവൾ എന്തിയേ? നീ എന്തിനാ ഇങ്ങനെ വെപ്രളപ്പെടുന്ന ഏബലേ? അവൾക്ക് പേടിക്കാൻ മാത്രം ഒന്നും ഇല്ല. പേടിക്കാൻ ഒന്നും ഇല്ലെന്നോ? പിന്നെന്തിനാ ഈ ഏത് നിച്ചാനെ വിളിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞേ? ഏതാ? ആരും ഒരു സന്തോഷം ആഗ്രഹിക്കാത്ത പപ്പ. ഡാ മോനെ. അയ്യോ വിട് പപ്പ, വിട്. ചെവിന്ന് വിട് പപ്പ. നിനക്കിപ്പോ വല്ലാണ്ട് ഇത്തിരി സന്തോഷം ആഗ്രഹിക്കൽ കൂടുന്നുണ്ട്. ഇല്ല പപ്പ, ഞാനിനി സന്തോഷം ആഗ്രഹിക്കത്തില്ല പപ്പ. വിട് പപ്പ, ചെവിന്ന് വിട് പപ്പ. ജോണപ്പ വിട്, ഇച്ചാനെ വേദനിക്കുന്നു. ഈ പൂച്ചക്കുഞ്ഞ്, അവനെ വേദനിച്ച നിനക്ക് മാത്രം എന്താ ഇത്ര വേദന? ഇവിടെ വേറെ ആർക്കും ഇല്ലല്ലോ ഇങ്ങനെ. ആര് പറഞ്ഞു? എനിക്കുണ്ട്. ദേ പപ്പന്മാരെ, അവരെ രണ്ടാളും വിട്ട്. ഇല്ലെങ്കിൽ ഞാനായിരിക്കും നിങ്ങളെ രണ്ടുപേരും ചെവി നുള്ളാൻ വന്നത്. ഇച്ചായ, നിങ്ങൾ വിട്ടേ. അവള് പറഞ്ഞ പോലെ ചെയ്യുവേ. പിന്നെ നിങ്ങൾക്കായിരിക്കും നാണക്കേട്. അല്ല, ഏവലെന്തിയേ? ഇച്ചാൻ എപ്പോഴേ ചേച്ചി എടുത്ത് പോയി. ആ ബെസ്റ്റ്. അല്ലടി അമ്മി, ഈ ചേച്ചിക്ക് എന്താ പറ്റിയേ? അത് നമ്മുടെ വീട്ടിലൊരു കുഞ്ഞു വാവ വരാൻ പോവുക. ആണോ? സത്യം? സത്യം ഇച്ചായ. ഓ എന്റെ അമ്മി. ഈ ഇച്ചായ താഴർക്ക്. താഴെ ഇറക്കണം എന്റെ കൊച്ചിനെ. ഓ സോറി ജോണപ്പ, സന്തോഷം കൊണ്ട് ഞാൻ പരിസരം മറന്നുപോയി. നീ കുറെ മറക്കും. ആദ്യം അവളെ താഴെ ഇറക്ക്. ഓ സോറി, അത് ഞാൻ മറന്നുപോയി. ആനി,
ഇച്ചായ നിനക്ക് എന്താ പറ്റിയേ? ഇച്ചായ നിങ്ങളൊരു പപ്പയാകാൻ പോകുക. ആനി, ഞാനൊരു പപ്പയാകാൻ പോകുവാണോ? ആ ഇച്ചായ. എന്റെ കർത്താവേ. ആനി, പറ, നിനക്ക് എന്താ വേണ്ടേ? നിനക്കിപ്പോ എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടോ? ഇപ്പൊ ഒന്നും വേണ്ട ഇച്ചായ. ഇച്ചായ റെസ്റ്റ് എടുക്ക്. ഇനി അങ്ങോട്ട് രാത്രിയിലൊക്കെ ഓടേണ്ടല്ലേ? ഓ, അങ്ങനെ ഒരു ചടങ്ങുണ്ടായിരുന്നല്ലേ. ആ, ഇച്ചായ ഇച്ചായ ഉം. ആരും ഡോറ് തട്ടുന്നു, ചെന്ന് നോക്ക്. നേരത്തെ ഇതാരാ? ഓ, ആ ആരോണോ ഏതാനോ വല്ല ആണെങ്കിൽ അവന്മാരിന്ന് ഞാൻ. ഓ ഇച്ചായ. നിങ്ങളോ? ഒന്ന് മാറിച്ചായ. ഓ, ഇവന്മാര്. ഹാ, നിങ്ങളോ? കൺഗ്രാറ്റ്സ് ചേച്ചി, കൺഗ്രാറ്റ്സ്. ഓ താങ്ക് യു മുത്തുമണീസ്. അല്ലടാ, നിങ്ങൾ ഈ രാത്രി എന്തിനാ വന്നേ? ഞങ്ങളുടെ ഈ ചേച്ചി ക്യാരിങ് ആണെന്ന് അറിയുമ്പോ ഞങ്ങൾ എങ്ങനെ സമാധാനമായിട്ട് അവിടെ ഇരിക്കുന്നേ? പറയ് ചേച്ചി, പറ. ഓ അത് ശരി. എന്നിട്ട് ആന്റി ഞങ്ങളൊക്കെ എന്തിയേ? ഞങ്ങളിവിടെ ഉണ്ടാനി. ആ ആന്റി വാ. എങ്ങനെ ഉണ്ടാനി? ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല ആന്റി. ആ, കുറച്ച് കഴിയുമ്പോൾ വോമിറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. വോമിറ്റ് എന്ന് പറഞ്ഞ് ഫുഡ് ഒന്ന് സ്കിപ്പ് ചെയ്യരുത് കേട്ടല്ലോ. ആ ആന്റി. നിന്റെയും ബേബിയുടെയും ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. എന്നാ മോള് കിടന്നോ ഏബൽ? ആ ശരി അങ്കിൾ. അപ്പോൾ ചേച്ചി ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അല്ല, ഗുഡ് മോർണിംഗ്. ഓ അതെയോ? എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട് ബൈ. വന്ന് ഇവന്മാരുടെ കൂടെ കൂടി നിങ്ങളെ വശലാകുന്നുണ്ട്. എടി ജെസ്സി, നീ എന്നെ വിളിച്ചായിരുന്നോ? ദാ വരുന്നേ. അപ്പിച്ചേ ബൈ. ഓ ഈ പിള്ളേരെ കണ്ട്. കുരന്നു ചുണ്ടിലോ പരന്ന പാൽമണം, വയമ്പു നാവിലോ നുറുങ്ങു കൊഞ്ചലും. നുറുങ്ങു കൊഞ്ചലിൽ നിറഞ്ഞൊരമ്മയും ഒരമ്മ തന്മനം കുളിർന്ന ഹാസവും. ആനന്ദത്തേനിമ്പത്തേരിൽ ഞാനേ മാനത്തോടങ്ങിങ്ങൊന്നോടിക്കോട്ടെ. ഓലത്തത്തെ ഞാനും നിന്നോടൊപ്പം ചാഞ്ചക്കം ചാഞ്ചക്കം ചാടിക്കോട്ടെ. പൂങ്കവിൾക്കിളൊന്നിൽ ഞാൻ ചാന്തു കൊണ്ടു ചാർത്തിടാം. എന്നുണ്ണിക്കെഞ്ചൊല്ലും കണ്ണും കൊണ്ടാവത്തു നീട്ടിടാതെടാ. ഓലത്തുമ്പത്തിരുന്നുയലാടും ചെല്ലപ്പൈങ്കിളി, എന്റെ ബാലഗോപാലനെ എണ്ണ ദീപിക്കുമ്പോ പാടടി. വെള്ളം കോരിക്കൊളുപ്പിച്ച് കിന്നരിച്ചു മരിച്ചയ്യ. എന്റെ മാരിപ്പളുങ്കിപ്പം രാജപ്പൂ മുത്തായി പോയടി. ഹലോ. ആ കാവ്യ, വാ മോളെ. ഓ ഇത് രാവിലെ തന്നെ കെട്ടിയെടുത്തോ? ആ ചേച്ചി കഴിച്ചിട്ടാണോ വന്നേ? ആ അത് കഴിച്ചിട്ട് ഇറങ്ങിയത്. ആ എന്തടി? ഒന്നുമില്ല. അല്ല ആനി ചേച്ചി എന്തിയേ? അവള് റൂമിലുണ്ട് മോളെ, നീ അങ്ങോട്ട് ചെല്ല്. ആ ശരി അങ്കിൾ. ഈ മാത്യു ഇപ്പൊ എന്തിനാ ഇവരെ മോൾ എന്നൊക്കെ വിളിക്കുന്നത്? ഓ എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. ഞാൻ തന്ന മെഡിസിൻസ് ഒക്കെ കണ്ടിന്യൂ ചെയ്താൽ മതി. ആ കാവ്യ. ആ എന്നാ ചേച്ചി ഞാൻ പോവുക. നല്ലോണം റെസ്റ്റ് എടുക്കുക കേട്ടോ. ആടി കാവ്യ, ഈ ചേച്ചിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഷീസ് ഓൾ റൈറ്റ്. ബേബി ഓക്കെയാണ്. ആ അല്ലമ്മി, ആരോൺ എന്തേ? അവൻ റൂമിൽ കാണും. ആ എന്നാൽ ഞാൻ അവനൊന്ന് കണ്ടിട്ട് വരാം. ആ നീ ചെല്ല്. ഇവരെന്തിനാ ഇച്ചാൻ്റെ റൂമിലോട്ട് പോകുന്നേ? ഓ എൻ്റെ കർത്താവേ. ഈ ചേച്ചി ആ എന്തേ വാ? അല്ല പെണ്ണുമ്പള എന്താ? അല്ല ആ ചേച്ചി നിനക്ക് മുന്നേ അറിയോ? ആ അറിയാം. കുഞ്ഞിലെ ഞങ്ങൾ 4 പേരും ഒരുമിച്ചാണ് പഠിച്ചത്. ഓ അതുകൊണ്ടായിരിക്കും അല്ലേ ആരോണിച്ചാനോട് ഇത്ര അടുപ്പം. ഇവക്കൊരു പണി കൊടുത്താലോ? ഈ ചേച്ചി ഒന്നും പറഞ്ഞില്ല. അതിവാ കുഞ്ഞിലെ മുതൽ അവക്ക് ആരോണോട് നല്ല കട്ട പ്രേമമായിരുന്നു.
പ്രേമമോ? ആ, അവൾ ഒരുപാട് പുറകെ നടന്നതാ. എന്നിട്ട് നീ വരുന്നതിന് മുമ്പേ അവള് വീട്ടിലോട്ടൊക്കെ വരുമായിരുന്നു. കുറച്ച് നാളൊക്കെ സ്റ്റേ ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അവൾക്ക് ഡ്യൂട്ടി ടൈമൊക്കെ കൂടിയോണ്ട് ഇങ്ങോട്ട് വരവൊന്നുമില്ല. അപ്പോൾ ആരോണിച്ചായന് ആദ്യം അവന് അവളോട് എന്തോ ഉണ്ടെന്ന് എനിക്ക് വേദന തോന്നിയായിരുന്നു. പിന്നെ നീ വന്നില്ലേ, പിന്നെ അവർ രണ്ടുപേരും തമ്മിൽ കോണ്ടാക്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അത് പോയി. കർത്താവേ. എന്നാ പിന്നെ ഞാൻ പോട്ടെ, ഈ ചേച്ചിക്ക് മെഡിസിൻ കൊടുക്കാൻ ടൈമായി. ബൈ. ആരോൺ. ആ കാവ്യ, നീ എന്താ ഇവിടെ? ഞാൻ ഈ ചേച്ചിയെ നോക്കാൻ വന്നതാ. ആ, ഈ ചേച്ചിക്ക് ഇപ്പം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഷീസ് ഓൾ റൈറ്റ്. ഞാൻ തന്ന മെഡിസിനൊക്കെ കണ്ടിന്യൂ ചെയ്താൽ മതി. ആ ഓക്കെ. ആരോൺ, ആ ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അത് കാവ്യ, നിനക്ക് ഞാൻ ഒരുപാട് ടൈം തന്നതല്ലേ ആരോൺ, ഇനിയെങ്കിലും എന്നോട്. കാവ്യ എനിക്ക് ഞാൻ വെയിറ്റ് ചെയ്തോളാം. ഞാൻ പോവാ. ദേ വരുന്നു. വെയിറ്റ് ചെയ്യാൻ ഇവളാരാ? എന്തു പറ്റീവ? ഒന്നുമില്ല. അല്ല, രാവിലെ തൊട്ട് നീ ഭയങ്കര മൂഡൗട്ടാണല്ലോ. ഒന്നുമില്ല. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഗുഡ് മോർണിംഗ് സർ. പപ്പ, ജോണപ്പ എന്താ രാവിലെ തന്നെ ക്ലാസ്സിലോട്ടൊക്കെ? അറിയില്ല. സ്റ്റുഡൻസ്, നിങ്ങൾക്കറിയാലോ എമി 3 months ലീവാണ്. സോ അതുകൊണ്ട് എമി വരുന്നത് വരെ അവൾക്ക് പകരം ഞാൻ നിങ്ങൾക്കൊരു പ്രൊഫസറിനെ അപ്പോയിന്റ് ചെയ്തു. സർ പ്ലീസ്. Girl, you have a perfect body with a perfect smile. Perfect body with a perfect smile. ഹലോ, ഇത് ഡേവിഡ്. ഇനി സർ ആയിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിങ് സബ്ജക്റ്റ് പഠിപ്പിക്കുന്നത്. ഓക്കെ സർ. സർ ഞാൻ പോവുക. ഓക്കെ, താങ്ക് യു സർ. ഹായ്. നിങ്ങളുടെ എമിലി മാമിന്റെ അത്രയും പറ്റുമെന്ന് അറിയില്ല, എന്നാലും ഞാൻ ശ്രമിക്കാം. ഓക്കെ. തരക്കേടില്ല അല്ലടി. ഇച്ചേച്ചിയുടെ അത്രയൊന്നും വരില്ല. അത് ശരിയാ. നിങ്ങളുടെ ക്ലാസ് എടുപ്പ ആരാ? ഇവ. ആരാ ഇവ? സർ, ഞാനാ. ഓക്കെ ഇവ, താൻ ക്ലാസ് കഴിഞ്ഞ് സ്റ്റാഫ് റൂമിലോട്ട് ഒന്ന് വരണം. എമിലി മാം നിങ്ങൾക്ക് തന്നെ നോട്ട്സ് കൂടി കൊണ്ടുപോട്ടോ. ഓക്കെ സർ. ഓക്കെ, സിറ്റ്. അപ്പൊ നിങ്ങൾ കസിൻസ് ആയിരുന്നോ? അതെ സാർ. സർ, മേ കം ഇൻ? ഇവ കം. സർ, ദ നോട്ട്സ്. ഡേവിഡ് സാർ, ഞാൻ പറഞ്ഞില്ലേ എന്റെ സിസ്റ്റർ ഇതാ ഇവ ജോൺ. ഇതാണോ സാറിന്റെ സിസ്റ്റർ? അതെ. ഓക്കെ ഓക്കെ. ഇവ, എമിലി മാം എവിടം വരെ അസൈൻമെന്റ് തന്നെ? സർ, ഇവിടം വരെ. എന്നാ സർ ഞാൻ പോട്ടെ? താൻ പൊക്കോ. ഓക്കെ, താങ്ക് യു സർ. ചായ ബൈ. ആടി ബൈ. എടി, നീ ഏത് ഗ്രൂപ്പിലാ? ഞാൻ നിന്റെ ഇച്ചയുടെ ഗ്രൂപ്പിൽ. നീയോ? ഞാൻ നിന്റെയും ഇച്ചയുടെ ഗ്രൂപ്പിൽ. സബാഷ്. എല്ലാവർക്കും അവരവരുടെ ഗ്രൂപ്പ് ഒക്കെ മനസ്സിലായല്ലോ. എ ഗ്രൂപ്പ് ലീഡ് ചെയ്യുന്നത് ഞാനും ഡേവിഡ് സാറും ആയിരിക്കും. ബി ഗ്രൂപ്പ് ലീഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഏതൻ സാറും ജിസു മാമും ആയിരിക്കും. ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇല്ല സർ. ഓക്കെ, എന്നാ എല്ലാരും അവരവരുടെ ഗ്രൂപ്പിലേക്ക് പൊക്കോ. ഇവ ആദു. ഇവ, സർ. താൻ ഏത് ഗ്രൂപ്പിലാ? ഞാൻ സാറിന്റെ ഗ്രൂപ്പിലാ. എന്നാ വാ. ഇവൻ എന്തിനാ ഇവളെ വിളിക്കുന്നേ? അവളെ വിളിക്കാൻ ഇവിടെ ഞാനില്ലേ? ഇവ ഇങ്ങ് വന്നേ. സർ, വരുന്നു. ഹലോ. ഞാൻ വരാം. ഓക്കെ ബൈ.
എടാ നിങ്ങൾ പൊക്കോ, എനിക്കൊരാളെ കാണാനുണ്ട്. ആടാ. എടി ആരെ കാണാൻ പോന്നേന്ന് ചോദിക്ക്. ചോദിക്കടി. ആ ഇച്ച ആരെ കാണാൻ പോന്നേ? അതെന്റെ ഒരു ഫ്രണ്ടിനെയാ. ആ എടി ഫ്രണ്ടിനെയാണെന്ന്. ഓ നിന്നെ എന്താടി ഒന്നുമില്ല. വാ രണ്ടാളും വന്ന് കേറ്. എന്നാലും അതേത് ഫ്രണ്ടാ? കമ്പനി പോയവരൊന്നും വന്നില്ലല്ലോ. അവരിനി വരില്ല, നാളെ വരും. പാവം ഇച്ചായ, ഇച്ചേച്ചി ഒന്നും നോക്കാൻ പോലും ഇപ്പൊ സമയം കിട്ടുന്നില്ല. ആ സാരമില്ല, ഈ പുതിയ വർക്ക് കഴിഞ്ഞാൽ പിന്നെ അവർ ഫ്രീ ആകുമല്ലോ. ആ എന്നാ പിന്നെ നിങ്ങൾ ചെന്ന് കിടക്കു പിള്ളാരെ. ആ ശരി എന്നാ, ഗുഡ് നൈറ്റ്. ഇതാരാ? ഇച്ചായ, ആ ഇവ, നീ ഉറങ്ങിയില്ലേ? എന്നെ ഉറക്കി കിടത്തിയിട്ട് എന്തിനാ? എന്താ? നിങ്ങൾ ഇന്ന് എവിടെ പോയത്? അതെന്റെ ഫ്രണ്ടിനെ കാണാൻ. ആരാ ഫ്രണ്ട്? അതെന്തിനു നീ അറിയുന്നേ? നീ പോയി കിടന്നേ. അത് കാവ്യ ആയോണ്ടാണോ എന്നോട് നിങ്ങൾക്ക് പറയാൻ മടി? ഇവ, ഞാൻ എങ്ങനെ അറിഞ്ഞെന്നായിരിക്കും ചിന്തിക്കുന്നത്. എന്നെ നിന്ന് ഒളിപ്പിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ തമ്മിൽ എന്താ ഉള്ളത്? ഇവ, ഒച്ച വെക്കണ്ട. നിങ്ങൾ എന്താ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്? ഇതൊന്നും ഞാൻ ഒരിക്കലും അറിയില്ലെന്നാണോ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? വീട്ടിനുള്ളിൽ ഒരാളും പുറത്ത് വേറെ ആളും അങ്ങനാണോ? ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? മേലി നിന്റെ വായിൽ ഇമ്മാതിരി വർത്താനം പുറത്തു വന്ന പിന്നെ അത് പറയാൻ നിന്നെ ജീവനോടെ വെച്ചേക്കില്ല ഈ ആരോൺ. ഇച്ച, നിനക്ക് എത്ര ധൈര്യം ഉണ്ടിട്ട് നീ ഇവളെ തല്ലിയത്? നിനക്ക് എന്തായാലും ഞങ്ങൾ ഇന്നവരെ ഇവളെ വാക്കുകൊണ്ടൊന്നും നോവിച്ചിട്ടില്ല. ഇവളെ തല്ലാനുള്ള അധികാരമൊന്നും ഞാൻ നിനക്ക് തന്നിട്ടില്ല ആരോൺ. ഇവർ ഇന്നേവരെ എനിക്കെതിരായിട്ട് സംസാരിച്ചിട്ടില്ല. നീ കാരണം അതും നടന്നു. നിനക്ക് തൃപ്തി ആയല്ലോടി. മോളെ ആരോൺ, വേണ്ട, എന്റെ കുഞ്ഞിനെ വേദനിപ്പിച്ചാല. ഹേയ്, ഞാൻ നിങ്ങളുടെ പുന്നാരനിയത്തെ ഒന്നും പറയുന്നില്ല. പിന്നെ അവള് പറഞ്ഞത് ഈ ആരോൺ ഒരിക്കലും മറക്കില്ല. എന്താ എന്താ ഇവിടെ? ഇച്ചായ, ഇവ നീ ഇതിനെ കരയുന്നേ? ആദു, ആ എന്താ? നീ വാ, എനിക്ക് വേണ്ടാത്ത ബന്ധം നിനക്കും വേണ്ട. ഇച്ചായ, എന്തൊക്കെ പറയുന്നേ? ആദു, ഞാൻ പറഞ്ഞില്ലേ, വാ. ഇച്ചായ എന്നെ വിട്. അതെന്തോന്ന് പറ. ആദു, മര്യാദയ്ക്ക് വന്നോണം. ഇവിടെ വെച്ച് എല്ലാം തീരുവാ. ഇച്ചായ, എന്തൊക്കെ പറയുന്നേ? വിട് എന്നെ. ഇച്ചായ, ഒന്ന് പറ ഇച്ചയോട്. അവനൊന്നും പറയില്ല. കാരണം അവന് വലുത് അവന്റെ പെങ്ങളാ. ആടാ, എനിക്ക് വലുത് എന്റെ പെങ്ങളാ. നീ കൂടുതൽ ഡയലോഗൊന്നും അടിക്കാതെ നിന്റെ പെങ്ങളെ വിളിച്ചോണ്ട് പോ. ഇച്ചായ, ഇച്ചായ എന്തൊക്കെ പറയുന്നേ? ആദു, നിനക്ക് കേട്ടതൊന്നും പോരെ? ഇവിടെ കിടന്ന് നാണം കടന്ന് മര്യാദയ്ക്ക് വാടി. ഇച്ച വീടന്നെ. ഇച്ചായ എന്തൊക്കെയാ? ഇച്ചായ ഒന്ന് നോക്ക്. ആദു, എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. ഇച്ചായ, ഞാൻ പറഞ്ഞില്ലേ എനിക്കൊന്നും പറയാനില്ലെന്ന്. കേട്ടില്ല ആദു, വാ.